അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ തന്നെ എണീറ്റ് ഈ ചോറൊക്കെ അടുപ്പത്ത്. അപ്പോൾ പിന്നെ കുറച്ച് നേരം പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം ബുക്കും ലാപ്പൊക്കെ എടുത്തൊന്ന് കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്പലത്തിൽ പോയ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇവിടെ അടുത്ത് തന്നെ അമ്പലം, അപ്പോൾ ഫോണും കൊണ്ട് പോകേണ്ട വെച്ചിട്ട് അമ്പലത്തിൽ പോയ വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ കുറച്ച് നേരം ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ട്യൂഷനൊക്കെ എടുത്തു. പിന്നെ അമ്മ നല്ല ദോശ ഉണ്ടാക്കി തന്നു, അപ്പോൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. സാറ്റർഡേ ആയതുകൊണ്ട് ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. അപ്പോൾ അങ്ങനെ ദോശയൊക്കെ ചുട്ട് ദോശയും ചമ്മന്തിയും ചട്നിയൊക്കെ ആയിട്ട് ചായയൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ വന്നിട്ട് കരിക്കിട്ടുണ്ട്. അപ്പോൾ കരിക്കും വെള്ളമൊക്കെ കുടിച്ചു. അങ്ങനെ ഉച്ചയ്ക്ക് ചോറിന് കൂർക്കുപ്പേരിയും പിന്നെ ഇന്നലത്തെ മീൻ കറിയുടെ തൈര് ചാള വറുത്തതായിരുന്നു. ചാള വറുത്തതിൻ്റെ റെസിപ്പി മീൻ കറിയുടെയൊക്കെ നമ്മുടെ ചാനലിട്ടിട്ടുണ്ട്. പിന്നെ വൈകിട്ട് കൊള്ളി പുഴുങ്ങിയതായിരുന്നു. അപ്പോൾ കൊള്ളി പുഴുങ്ങാണ് അമ്മ. കൊള്ളി പുഴുങ്ങിയതും മീൻചാറും നല്ല ടേസ്റ്റാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് കൊള്ളിയും മത്തിച്ചാറും കൂടി കഴിച്ചു. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഗ്രീൻ ബീൻസും മുട്ടയും കൂടി ഉണ്ടാക്കിയത് കൊണ്ടുവന്നു, അപ്പോൾ അത് കഴിച്ചു. പിന്നെ വൈകിട്ടായപ്പോൾ ഞാനൊന്ന് ഫ്ലാക്സ് സീഡും ചെമ്പരത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ള പ്രിപ്പറേഷൻസാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്ലാക്സ് സീഡും കുറച്ച് പിന്നെ 5 ഇതളുള്ള ചെമ്പരത്തിപ്പൂവും എടുക്കുക. എന്നിട്ട് നമ്മളതിലേക്ക് അത്യാവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഞാൻ ആദ്യത്തെ വട്ടം വെള്ളം ഒഴിച്ചപ്പോൾ എനിക്കിതിൽ കുറഞ്ഞു പോയി തോന്നി. ഈ ഫ്ലാക്സ് സീഡ് കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ജെല്ലായി പോകും. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് അത് അടപ്പത്ത് വെച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചെമ്പരത്തി ഇട്ട് കൊടുക്കാം. തുടക്കമൊന്നും അങ്ങനെ ഇളക്കി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അത് ഒന്ന് കൺസിസ്റ്റൻ്റ് ആയി വരുമ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചെമ്പരത്തിയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ജെല്ലായി. വേണമെങ്കിൽ ഇപ്പോൾ ഈ ആകുമ്പോൾ ഇറക്കി വയ്ക്കാം. എനിക്ക് കുറച്ചുകൂടി ജെല്ലി കൺസിസ്റ്റൻസി വേണ്ടതുകൊണ്ട് നല്ലപോലെ ഒന്നുകൂടി തിളപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ നമ്മളുടെ ഏകദേശം ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സന്ധ്യയായിപ്പോൾ വിളക്കൊക്കെ വെച്ച് ഒന്ന് പഠിക്കാനിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബായ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.